ഇന്നത്തെ സ്പെഷ്യൽ പായസമാണ് കേട്ടോ. ഇന്നൊരു പായസപ്പൊതി. അപ്പം നമ്മുടെ സേമിയയും സാബുനരിയും ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടി വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ദക്ഷുവിൻ്റെ കൂടെ ദക്ഷുവിൻ്റെ ഫ്രണ്ട് കുഞ്ഞാറ്റേച്ചി കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആയി കുഞ്ഞാറ്റേച്ചിയുടെ കളിക്കാനൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ ആ സന്തോഷമാണ്. കുഞ്ഞാറ്റേച്ചിനെ വലിയ ഇഷ്ടമാണ്. പക്ഷേ കളിച്ച് കളിച്ച് ലാസ്റ്റ് കരച്ചിലാവും കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറയും എൻ്റെ കളിസാധനം എടുത്തതെന്ന്. അവൻ്റെ കളിസാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല, കളിക്കാൻ കുഞ്ഞാറ്റേച്ചി വേണം തന്നെ. അപ്പം ഞാൻ പറയുന്ന കുഞ്ഞാറ്റേച്ചീൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ, അമ്മ കൊണ്ടാക്കാമെന്ന് പറയും. അപ്പോൾ അതിനാവും കരച്ചിൽ. അങ്ങനെ രണ്ടും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹളവും കരച്ചിലുമാണ്. കുഞ്ഞാറ്റി അതേപോലെയാണ്. ഞാൻ പറയുന്ന മോള മേമ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളും പറയും പോണ്ടാന്ന്. അതിനും ഇഷ്ടമാണ് ഇവിടെ നിൽക്കാൻ, കുട്ടികളല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ അതാ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ശർക്കര പാനിയാട്ടോ ഒഴിക്കുന്നത്. ഞാനിവിടെ ശർക്കര പാനിയൊക്കെ ഇട്ട് കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ പാൽപ്പായസമല്ലേ, അപ്പോൾ അതിൽ ശർക്കര ആദ്യം ഒഴിച്ചാൽ പിരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട്, അപ്പോൾ അത് ആ പായസമൊക്കെ റെഡിയായി. രണ്ടാൾക്കും ഞാൻ പ്ലേറ്റിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ദക്ഷു അമ്മ താഴെ വെച്ച് തരണം കേട്ടോ എന്ന്. കുഞ്ഞാറ്റേച്ചി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ രണ്ടാൾക്കും താഴെ വെച്ച് കൊടുക്കുക. ഓർമ്മയിലാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കേട്ടോ പായസം കുടിച്ചത്, കഥയൊക്കെ പറഞ്ഞ്. അപ്പം കുഞ്ഞാറ്റേനോട് ചോദിച്ചു പായസം എങ്ങനെ ഉണ്ട്, അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദേഷ്യം പറഞ്ഞു അമ്മ സൂപ്പർ എന്ന് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.